രോഗികളെ ദുരിതത്തിലാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ്. സർക്കാർ വിലക്ക് നിലനിൽക്കെയാണ് നിയമം കാറ്റിൽ പറത്തി മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് തകൃതിയായി നടക്കുന്നത്. സർജറി രോഗികളെ പോലും സ്വന്തം പരിശോധനാ കേന്ദ്രത്തിലെത്തിച്ചാണ് ഡോക്ടർമാരുടെ പകൽ കൊള്ള. തെറ്റിദ്ധരിക്കേണ്ട, ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദൃശ്യങ്ങളല്ല. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തുന്ന സ്വകാര്യ പരിശോധനാ കേന്ദ്രത്തിലെ നീണ്ട ക്യൂ ആണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യമായി ലഭിക്കേണ്ട ഡോക്ടർമാരുടെ സേവനം ഇവർ പുറത്ത് വലിയ ഫീസിന് വിൽക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് പലപ്പോഴും ആശുപത്രിയിൽ ഡോക്ടർമാരെ കാണാനാകില്ല. ക്യാമ്പസിനകത്തു തന്നെയുള്ള ക്വാർട്ടേഴ്സിലാണ് ഇവരുടെ സേവനം. സർജറി ആവശ്യമുള്ള രോഗികൾ പോലും നല്ല സേവനം ലഭിക്കണമെങ്കിൽ ഡോക്ടറെ സ്വകാര്യമായി കാണണം. യൂറോളജി വിദഗ്ധനായ മറ്റൊരു ഡോക്ടറുടെ വീട്ടിന് മുമ്പിൽ അതിരാവിലെ തന്നെ ആളുകൾ എത്തും. ഡോക്ടറെ സ്വകാര്യമായി കാണുന്നതിന്റെ ഗുണം രോഗിയുടെ ബന്ധു തന്നെ ഞങ്ങളോട് വ്യക്തമാക്കി. ക്യാമ്പസിനകത്തെ ക്വാർട്ടേഴ്സുകളിൽ പോലും പരസ്യമായാണ് സ്വകാര്യ പ്രാക്ടീസ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് സർക്കാർ കർശനമായി നിരോധിച്ചിട്ടും അധികൃതരുടെ കൺവെട്ടത്തിൽ തന്നെയാണ് അനധികൃത പ്രാക്ടീസ്. രോഗങ്ങൾ ദുരിതം തീർക്കുന്നവർക്ക് ഏകാശ്രയം സർക്കാർ മെഡിക്കൽ കോളേജുകളാണ്. എന്നാൽ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരെ ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടർമാർക്ക് സമയമില്ല. കാരണം സ്വകാര്യ പ്രാക്ടീസിന്റെ തിരക്കിലാണിവർ. കോഴിക്കോട്ട് നിന്നും ക്യാമറാമാൻ മഹേഷ് കുമാറിനൊപ്പം TK സബീന, റിപ്പോർട്ടർ.